കേരളത്തിൻ്റെ ഒരു വായനാ സംസ്കാരത്തെ വളർത്താൻ വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പ്രസാദ് മാഷ് ഇത് 2017 തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ലൈബ്രറി കൗൺസിലും അതുമാറ്റമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഓരോ വീടുകളിലും, അപ്പോൾ ഈ എസ്പെഷ്യലി കോവിഡിനൊക്കെ ശേഷം ഇപ്പോൾ ഓരോ വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ വടക്കേ മലബാറിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളുടെ ഒരു തുടക്കം എന്ന രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ മറ്റ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രാമാന്തരങ്ങളിൽ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട്ടുമുറ്റ ചർച്ചയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഈ വീട്ടിൻ്റെ തന്നെ ഗൃഹനാഥിയായിട്ടുള്ള രതി ടീച്ചറാണ്. ടീച്ചറിനെ ഈ വീട്ടുമുറ്റത്തിൻ്റെ സ്വാഗതം ആശംസിക്കാൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നമ്മുടെ സർഗവേദി റീഡേഴ്സ് ഫോറത്തിൻ്റെ ഇന്നത്തെ വീട്ടുമുറ്റ ചർച്ചയുടെ അധ്യക്ഷൻ ശ്രീ AR പ്രസാദ് മാസ്റ്റർ, നമ്മുടെ വിശിഷ്ടാതിഥിയും പ്രിയപ്പെട്ട കഥാകാരനുമായ ശ്രീ സന്തോഷ് ഏച്ചിക്കാനം, കഥാകൃത്ത് പ്രമോദ് കുബേരി, പ്രിയപ്പെട്ട എഴുത്തുകാരിയായ മരിയ ജോസ്, റീഡേഴ്സ് ഫോറത്തിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട റീഡേഴ്സ് ഫോറം പ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട അരങ്ങം, ആലക്കോട് അയൽവക്കക്കാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എത്രയും സ്നേഹമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. 10 വർഷത്തിലധികമായി റീഡേഴ്സ് ഫോറത്തിൻ്റെ പ്രവർത്തനവും നമ്മൾ വളരെ ഗംഭീരമായി കൊണ്ടാടുന്നു എന്ന് തന്നെ പറയാം. വെറും വീട്ടുമുറ്റ ചർച്ച എന്നതിലുപരി നമ്മുടെ വീട്ടുമുറ്റങ്ങളെ വളരെയധികം സന്തോഷഭരിതമാക്കുന്ന, മനോഹരമാക്കുന്ന സൗഹൃദങ്ങളെ സൃഷ്ടിക്കുകയും എഴുത്തുകാരെ ഏറ്റവും അടുത്തറിയുകയും അവർ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളുടെ ഭാഗമാക്കാൻ കഴിയുകയും അവരുടെ എഴുത്തുകളെ നമ്മുടെ സ്വന്തമാക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ സർഗവേദി റീഡേഴ്സ് ഫോറത്തിൻ്റെ വീട്ടുമുറ്റ ചർച്ചയുടെ പ്രത്യേകത തന്നെ. എൻ്റെ കർത്തവ്യം ഞാൻ ചെയ്യുകയാണ്. റീഡേഴ്സ് ഫോറത്തിനു വേണ്ടി, പ്രത്യേകം ഈ നാടിനു വേണ്ടി, ആലക്കോട് അരങ്ങം നിവാസികൾക്ക് വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി രതി ടീച്ചർ, അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പ്രസാദ് മാഷ്, പിന്നെ എൻ്റെ എഴുത്തിൻ്റെ ലോകത്തെക്കുറിച്ച് സംസാരിച്ച ശ്രീ AR പ്രദീപ്, എൻ്റെ പ്രിയപ്പെട്ട കുവേരി, അതുപോലെ തന്നെ ജോർജ് സാർ, ജോഷി ജോസഫ്, വേദിയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, മനോജന പോലെയൊക്കെയുള്ള സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആലക്കോട് ഒരു കാലഘട്ടത്തെ എൻ്റെ ഒരു വിഹാര രംഗമായിരുന്നു. അപ്പൊ അതിനുശേഷം ഇവിടെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോ ഇത് പക്ഷെ ഞാൻ ഇവിടെ വരാതെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. പ്രസാദ് മാഷ് അതിന്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. പക്ഷെ മറ്റു തിരക്കുകൾ കാരണം ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ ഇന്നാണ് അതിനൊരു നിമിത്തം ആയത്. ഈ ദിവസമാണ് അതിനൊരു നിമിത്തമായത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം നമുക്ക് ഇപ്പൊ നേരത്തെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, കാരണം ഇപ്പോ വീട്ടുമുറ്റ ചർച്ചകളൊക്കെ സജീവമായിട്ട് ലൈബ്രറി ഫോറത്തിന്റെ ഒക്കെ ഭാഗമായിട്ട്
ലൈബ്രറി കൗൺസിലിന്റെ ഒക്കെ ഭാഗമായിട്ട് വടക്കേ മലബാറിലൊക്കെ നടക്കുന്നുണ്ട്. ഞാനും ഇതിന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ചുറ്റുപാടുമുള്ള പല വീടുകളിലും പോയിട്ടുണ്ട്. അവിടെ നല്ല വായനക്കാരുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു അനുബന്ധം രീതിയിലാണ്, അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇന്ന് ഈ കേരളത്തിൽ, അത് ഇനി കേരളത്തിലുടനീളം വ്യാപിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് നമ്മൾ പണ്ടറിയാലോ, കാരണം 1925 പി എൻ പണിക്കർ എന്തുണ്ടാക്കുന്നത്, ഈ ലൈബ്രറി ഇവിടെ കൊണ്ടുവരുന്നത്. അദ്ദേഹം അന്ന് നീലമ്പേരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് വളരെ ശൂന്യതയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നീലമ്പേരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് കോട്ടയം വരെ ഓടും അത്ര അദ്ദേഹം. ആ ഓടിയിട്ട് വന്നിട്ട് ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങിച്ചിട്ട് ആണ് തിരിച്ച് അദ്ദേഹം നീലമ്പേരിലേക്ക് തിരിച്ചു ഓടുന്നത്, കോട്ടയത്ത് നിന്ന് വാങ്ങിയിട്ട് അങ്ങോട്ട് ഓടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം 10-20 കിലോമീറ്റർ വായനയ്ക്ക് വേണ്ടി ഓടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ സങ്കല്പിച്ചു നോക്കും. അപ്പൊ അങ്ങനെ അവിടെ ഇതേപോലെ തന്നെ നിരക്ഷരരായിട്ടുള്ള, വായനയിലോ മറ്റൊന്നും താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജനതയെ നിരന്തരമായി പത്രങ്ങൾ വായിപ്പിക്കുകയും പിന്നെ ആ വായന പുസ്തകങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷമാണ് അദ്ദേഹം എന്ത് കൊടുക്കുന്നത്, അവിടെ ലൈബ്രറി തുടങ്ങുന്നത്. അപ്പോ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോ അടുത്ത ഒരു 4-5 വർഷം മുമ്പ് ബംഗാളിലൂടെ യാത്ര ചെയ്യുകയുണ്ടായിരുന്നു. ബംഗാളിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെ ഒരു യാത്ര ചെയ്തു. ഈ യാത്ര ചെയ്തപ്പോഴാണ് അതിപ്പോ നമ്മൾ സാധാരണ ടൂറിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വല്ല കാറോ മറ്റോ പിടിച്ചിട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ യാത്ര ഒന്ന് സുഖകരമാക്കുക എന്ന് പറയുന്ന കാഴ്ചകൾ മാത്രമാണ് നമ്മൾ. ഒരു സംസ്ഥാനത്തെ കുറിച്ച് നമുക്കറിയാം, ഈക്വൽ ടു കേരളമാണ് ശരിക്കും ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടെ ഈ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായതുപോലെ തന്നെ വലിയ വലിയ റൈറ്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ ഉണ്ടായതിനേക്കാളും നല്ല ലിറ്ററേച്ചർ ഉണ്ടായിരുന്നത് ബംഗാളിലാണ് എന്ന് ഞാൻ പറയും. എതിരഭിപ്രായങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. ഈ നോവലിലൊക്കെ വളരെ വിപ്ലവകരമായ ഒരു മാറ്റങ്ങളാണ് യഥാർത്ഥത്തില് ബംഗാളിൽ ഉണ്ടായിട്ടുള്ളത്. സത്യേന്ദ്ര റായിനെ പോലുള്ള വലിയ വലിയ സിനിമക്കാരവിടെ ഉണ്ടായി. അതേസമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ വളരെ വിഷ്ണാശാലികളായിട്ടുള്ള ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സും അതേപോലെ തന്നെ വലിയ തത്വചിന്തകന്മാരും ഒക്കെ നമുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് ശ്രീരാമകൃഷ്ണനെ പോലുള്ള ആളുകള്, അതുപോലെ വിവേകാനന്ദനെ പോലുള്ള ആളുകള്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇതുണ്ടായി. കേരളത്തിലെ പോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന് സമാനമായിട്ടുള്ള ഒരാളാണ് ശ്രീരാമകൃഷ്ണൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ വളരെ പ്രബുദ്ധമായിട്ടുള്ള ഒരു ജനത, പ്രബുദ്ധമായിട്ടുള്ള ഒരു സാമൂഹിക ചുറ്റുപാട് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലുള്ള ഒരു ചുറ്റുപാട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ബംഗാളിലേക്ക് പോകുമ്പോൾ, ബംഗാളിൽ ചില ആൾക്കാർ പോയിട്ടുണ്ടാവാം. നമ്മൾ കൊൽക്കത്ത എന്ന് പറഞ്ഞൊരു നഗരം, ഓക്കെ, എങ്കിലും പഴയ കെട്ടിടങ്ങളൊക്കെ പഴയതാണെങ്കിലും പക്ഷെ അതിന് ഒരു അർബൻ സിറ്റിയുടെ എല്ലാ പ്രൗഢിയും കാര്യങ്ങളും, സജീവമായ ചർച്ചകളും സിനിമകളും ഒക്കെ കൊണ്ട് സമ്പന്നമായ ഒരു അന്തരീക്ഷം അവിടെയുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ അവിടുന്ന് ഈ ബർസാത്ത് എന്ന് പറഞ്ഞ 25 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാല് ആ നഗരം എന്ന് പറയുന്നത് ഈ കൊൽക്കത്തയെക്കാളും 15 വർഷം പുറകിലാണ്. അവിടുന്ന് വീണ്ടും 25 കിലോമീറ്റർ ചക്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇത് 35 വർഷം പിറകിലാണ്. ഈ പറയുന്ന ഈ കൽക്കത്ത സിറ്റിയെക്കാളും 25-30 വർഷം പിറകിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ കുണ്ടംകുഴി സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോഴുള്ള ഒരു കാലഘട്ടം പോലെയാണ് യഥാർത്ഥത്തിൽ നമുക്കിത് കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്കിത് ആഫ്രിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ആഫ്രിക്കയുടെ സിറ്റി എടുത്തിട്ട് ഉൾപ്രദേശങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ ഈ സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു റിനൈസൻസ് പീരീഡോ അതുപോലെ തന്നെ സാംസ്കാരികമായ ഒരു വലിയ എഴുത്തിൻ്റെതായിട്ടുള്ള ഒരു പശ്ചാത്തലമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ ജനത 30 കൊല്ലം പിറകിലായി പോകുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഞാനൊരു കാഴ്ച കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-60 വയസ്സുള്ള ഒരാള്, ഇയാളുടെ പിറകെ ഒരു 10-25 ആൾക്കാർ നടക്കുകയാണ്. അപ്പൊ പൗരത്വ നിയമ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾക്ക് തോന്നും, എന്താണ്, ഒന്നുമില്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവർക്കൊന്നും റേഷൻ കാർഡൊക്കെ ഉണ്ടാവില്ലേ? സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ആളുകൾക്ക് റേഷൻ കാർഡ് പോലും ഇല്ല. ഈ പറയുന്ന ഈ ചെറുപ്പക്കാരായ ആളുകൾ, അതായത് 30 വയസ്സ് 25 വയസ്സ്, നമ്മളിവിടെയൊക്കെ പണിയെടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ കാണുന്നില്ല. അപ്പൊ അതുപോലുള്ള ആൾക്കാർ ഈ മനുഷ്യന്റെ കൂടെ പുറകെ നടക്കുമ്പോൾ ഞാൻ എന്റെ കൂടെയുള്ള ദ്വിഭാഷിയോട് ചോദിച്ചു, അല്ല ഇതെന്താണ് സംഭവം, ഇതെന്തിനാണ് ഇയാളെ പുറകെ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്നത്?
അപ്പൊ അയാൾ പറഞ്ഞത് ഈ നാട്ടിൽ, അതായത് മുഹമ്മദ് പുരമായിട്ടാണത്, ഈ നാട്ടില് 10ാം ക്ലാസ് പാസ്സായ രണ്ട് മനുഷ്യന്മാരേ ഉള്ളൂ. ഒരാള് പട്ടാളത്തിലേക്ക് പോയി, എവിടെയോ പോയി, നാട് വിട്ടുപോയി. ബാക്കിയുള്ള ഒരാളാണ് ഇവിടെ കിടക്കുന്നത്. അതിനുശേഷം ഈ നാട്ടിൽ നിന്ന് ആരും എന്ത് പാസ്സായിട്ടില്ല, 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോ ഇവർക്ക് എഴുതാൻ അറിയില്ല. കേരളത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ കുട്ടികളോട് അവിടെ പോയിട്ട് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളോട് നമ്മൾ ചോദിക്കണം, നീ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇവിടുന്ന് കേരളത്തിൽ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? പക്ഷെ അവിടെ നമ്മൾ പോയിട്ട് സ്കൂളിൽ പോയിട്ട് ചോദിക്കുമ്പോൾ പകുതി കുട്ടികൾ, 9% കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. ചിലപ്പോൾ ഈ പറയുന്ന പോലെ 4ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ, LP സ്കൂൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 30 കിലോമീറ്റർ പോകണം. പെൺകുട്ടികൾ വന്നിട്ട് താമസിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്. അത് ഈ പല സ്ഥലങ്ങളിലും, ബംഗാളിന്റെ പല സ്ഥലങ്ങളിലും നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ വന്ന് താമസിച്ചിട്ട് അവിടെ അംബീഷൻ അക്കാദമി അങ്ങനെ പറഞ്ഞിട്ട് ഒരു അക്കാദമി പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഡിസംബർ മാസമാണ് പോയത്. കുട്ടികൾക്കൊന്നും ഷർട്ട് ഇടാതെ കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ന്യൂമോണിയ ഇതെന്തൊക്കെ പിടിക്കൂലേ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, അവർക്ക് ഇടാൻ ഡ്രസ്സില്ല. ഇതാണ് ഇതിന്റെ പ്രശ്നം. മാത്രമല്ല അവർ പുതക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അണ്ടർവെയർ വരെ തുന്നിയിട്ട് പുതപ്പാക്കിയിട്ടാണ് അവർ പുതച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്റെ കൂടെയുള്ളവരെ പറഞ്ഞ വല്ല പുതപ്പോ ഓരോ സാധനങ്ങളുണ്ടെങ്കിൽ പിന്നെ നമുക്കൊക്കെ എത്ര സഹായിക്കാൻ വേണ്ടി പറ്റും, എപ്പോഴും സഹായിക്കാനും പറ്റില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡിസംബർ മാസം ആകുമ്പോൾ കുറച്ച് നമ്മൾ റോഡിലൊക്കെ വിൽക്കുന്ന പുതപ്പ് കുറച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാല് അവര് പറഞ്ഞ കുപ്പായ ഉണ്ടെങ്കിൽ കുപ്പായ, ആ കുപ്പായെങ്കിലും ഇങ്ങോട്ട് അയക്കുക, ഇവിടുത്തെ ആൾക്കാർ ഇട്ടോളൂ. ഇവിടെ വന്നിട്ട് നമ്മള് ബംഗാളികളൊക്കെ പറയും, പിന്നെ നമ്മൾ പറയും ഹൈജീനിക് ഒന്നും അല്ല, ഇവർക്ക് എന്താണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഷെൽട്ടർ ആണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അവിടെ പോയാലാണ് മനസ്സിലാവുന്നത് അവർ ഇതിനേക്കാളും വലിയ കൂടിനേക്കാളും ആട്ടിനെ അവര് ഡ്രസ് ഇട്ട് കൊടുത്തിട്ട് അവര് ഡ്രസ് ഇടാതെയാണ് നടക്കുന്നത്. ആട്ടിന് ഡ്രസ് കൊടുക്കും, അത് തണുക്കുന്നതുകൊണ്ട് അതിന്റെ പാല് വെച്ചിട്ട് വേണം ജീവിക്കാൻ. അതുകൊണ്ട് സ്വന്തം ഡ്രസ്സ് ഊരിയിട്ട് ബനിയൻ ഊരിയിട്ട് ആർക്കിട്ട് കൊടുക്കുകയാണ്, ആട്ടിനിട്ട് കൊടുത്തിട്ടാണ് അവിടെ അടുക്കള ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് അതിന്റെ പാരലായിട്ട്, അത് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോ അതിന്റെ പാരലായിട്ട് ഈ പറയുന്ന പോലെ അറിവിന്റെ ഒരു സ്വാതന്ത്ര്യ സമരം PN പണിക്കരും അതുമായിട്ട് ബന്ധപ്പെട്ട ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആളുകൾക്കിടയിൽ നിന്ന് ഉണ്ടാവുകയും അത് ചാലുകളായിട്ട് ഈ പറയുന്ന കേരള സമൂഹത്തിനകത്തേക്ക് ഒഴുകി പോവുകയും അങ്ങനെ എല്ലാം തന്നെ കേരള സമൂഹം മുഴുവൻ തന്നെ പ്രബുദ്ധമായിട്ടുള്ള ഒരു സാംസ്കാരിക നിർമ്മിതിയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അത് എന്ത് സംഭവിച്ചിട്ടില്ല, അത് ബംഗാളിൽ സംഭവിക്കാത്തതാണ് ഇതിന്റെ പ്രശ്നം. ഇത് ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ലൈബ്രറി സംസ്കാരങ്ങൾ അവിടെ ഇല്ല, അവിടെ ഉണ്ടായിട്ടില്ല. അത് അർബൻ ഏരിയയിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ മനുഷ്യ സമൂഹം ഉണ്ടാവും തന്നെ. യുവന്നോ ഹരാരിയുടെ സാപ്പിയൻസ് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ആ സാപ്പിയൻസിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് മനുഷ്യരുണ്ടായിട്ടുള്ളത്. ഭാഷയിലൂടെ ആണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. ഭാഷയിലൂടെ മാത്രമേ നമുക്ക് ശക്തരാകാൻ വേണ്ടി പറ്റുള്ളൂ. ഇതൊരു ഇതൊരു ചെറുതല്ല, ഇത് വലിയ എറണാകുളത്താണെങ്കിൽ വലിയൊരു ഓഡിയൻസ് ആണ്, ഒരിക്കലും കിട്ടൂല അത്രയൊന്നും. അപ്പോ അത്ഭുതമാണ് ശരിക്കും. വീട്ടുമുറ്റത്ത് ഇത്രയും വലിയ ആൾക്കാർ കൂടി നിൽക്കുക വലിയൊരു അത്ഭുതമാണ്. അത് നമുക്ക് കേരളത്തിലുടനീളം ഓടിപ്പാല് നടക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. കാരണം ഇത്തരത്തിലുള്ള ഒരു സംഭവം അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പോ ഈ പറയുന്ന പോലെ അപ്പം നമ്മൾക്ക് ഈ സാപ്പിയൻസിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 3 ജനവിഭാഗങ്ങളാണല്ലോ. ഒന്ന് മറ്റേ നിയാൻഡർതാൾ മനുഷ്യന്മാരും പിന്നെ നമ്മുടെ ഈ സാപ്പിയൻസും ഡോമിനോസ് എന്ന് പറയുന്ന 3 ഇതാണ് ഉള്ളത്, മനുഷ്യവർഗമുള്ളത്. അപ്പോ നിയാൻഡർതാൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. 7 അടി 8 അടി ഉയരമുള്ള ഭയങ്കര അജാനവാഹുക്കളായ ആൾക്കാരായിരുന്നു. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നില്ല, ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അവർക്ക് ഭാഷ അറിയില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ സാപ്പിയൻസ് എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ആൾക്കാർ എന്താക്കിയിട്ട് ദുർബലന്മാരായിരുന്നു. ഇവന്മാർ എന്ത് കണ്ടുപിടിച്ചു, ഭാഷ കണ്ടുപിടിച്ചു. ഈ ഭാഷ കണ്ടുപിടിക്കുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ നടന്നു. ഞാൻ മനോജിനോട് പറഞ്ഞു, എടാ ഒരു നിയാൻഡർതാൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് കൂടിയാൽ കൂടൂല എന്ന് പറയുമ്പോൾ മനോജിനോട് വിളിക്കുന്നു. മനോജ് കൂടിയോട് പറയുന്നു, പ്രസാദം നമ്മൾ 4 കൂടി ആരാക്രമിക്കുന്നു, നിയാൻഡർതാൾ മനുഷ്യനെ ആക്രമിക്കുന്നു, കീഴടക്കുന്നു. അങ്ങനെ കീഴടക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ലോകത്തിന്റെ ആധിപത്യത്തിലേക്ക് എത്തിയത്. അത് ശക്തി എന്ന് പറയുന്നത് ശരീരത്തിന്റെ ശക്തിയല്ല, മറിച്ച് എന്തിന്റെ ശക്തിയാണ്, ഭാഷയുടെ ശക്തിയാണെന്നുള്ളതാണ്. അല്ലെ, ഭാഷ മുറിയുന്ന സമയത്ത് വേർഡും വേൾഡും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോവുകയാണ്.
ഈ സമൂഹത്തിൽ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ വൈവിധ്യപൂർണമായ ഒരു രാജ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര ഭാഷകളാണ് ഇവിടെയുള്ളത്. ഇത് ഓരോന്നും ഓരോ രാജ്യങ്ങളല്ലേ. ഈ ഭാഷകളൊക്കെ ചേർന്നിരിക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു സംസ്കാരം നമുക്ക് ഉണ്ടാവുന്നത്. ഫുഡിന്റെ തന്നെ എന്തുമാത്രം വലിയ സംസ്കാരമാണ്. ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന മറ്റേ നമ്മുടെ വീരേന്ദ്രകുമാറിന്റെ ഈ മറ്റേ ആമസോൺ കാടുകളിലേക്കുള്ള യാത്രയെ കുറിച്ചിട്ടൊരു പുസ്തകമുണ്ട്. അതിനകത്ത് ഒരു കിഴങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഉൾക്കാട്ടിലേക്കൊന്നും അധികം യാത്ര ചെയ്തില്ല എങ്കിലും അതിനകത്ത് ഉള്ള റെഡ് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ റെഡ് ഇന്ത്യൻസ് ഉള്ള ആൾക്കാർക്കിടയിൽ ഒരു കിഴങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കിഴങ്ങ് കൊണ്ട് 60 കറികൾ ഉണ്ടാക്കാവത്രേ. അപ്പൊ ഒരു ഭയങ്കര ഫുഡിന്റെ സംസ്കാരമാണത്. നമ്മുടെ അരി കൊണ്ട് കുറെ എത്ര ഉണ്ടാക്കും. ഇതേപോലെ തന്നെ ഈ കിഴങ്ങ് കൊണ്ട് മാത്രം 60 റെസിപ്പികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര അത്ഭുതമല്ലേ സാർ. അതൊരു വലിയ ഫുഡിന്റെ സംസ്കാരമാണ്. അപ്പൊ ആ ജനത നഷ്ടപ്പെടുമ്പോ അല്ലെങ്കിൽ അവരുടെ ഭാഷ നഷ്ടപ്പെടുമ്പോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു ഭാഷ മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ഒരു സംസ്കാരം മുഴുവൻ, ഫുഡിൻ്റെതായ സംസ്കാരം മാത്രമല്ല അവരുടേതായിട്ടുള്ള എന്താണ് ഒരു വൈദ്യ സംസ്കാരം ഉണ്ടാവും. ആ വൈദ്യത്തിൻ്റെതായ ഒരു സംസ്കാരം നഷ്ടപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള സംസ്കാരങ്ങളാണ് യഥാർത്ഥത്തിൽ ഭാഷ നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. ആ ഭാഷയെ മാത്രം ആ ഭാഷ വെച്ചുകൊണ്ട് പെട്ടെന്ന് ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി പറ്റും നമുക്ക്. ആ സാധനം ആ ഭാഷയെ മാത്രമേ പിടിക്കണ്ടൂ. പക്ഷെ മറ്റത് അങ്ങനെയല്ല. ഉറുമ്പ് കൂട്ടി കൈയിട്ട പോലെയാണ്. ഈ ഭാഷ എങ്ങോട്ട് പായുന്നു എന്നറിയില്ല. മറ്റേതാകുമ്പോ വലിയൊരു ഉറുമ്പാണെങ്കിലും ആ ഉറുമ്പിനെ മാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് പൊട്ടിച്ച് കളയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിന്റെ സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് മറ്റു ഭാഷകളൊന്നും വേണ്ട, ഹിന്ദി എന്ന് പറയുന്ന ഭാഷയെ നമുക്ക് എന്താക്കാം, ഈ ഒരു മെയിൻ ഭാഷയാക്കിയിട്ട് ദേശീയ ഭാഷയാക്കിയിട്ട് അല്ല ടോട്ടലി ഹിന്ദി പഠിക്കുന്ന പറയുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. കാരണം നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിവിൽ സൊസൈറ്റിയെ ഇല്ലാതാക്കാറ്. ഇതിപ്പോ ഒരു സിവിൽ സൊസൈറ്റിയാണ്. ഇപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ് അല്ലേ. പക്ഷെ നിങ്ങളിപ്പോ ഇങ്ങനത്തെ ഒരു വീട്ടുമുട്ട ചർച്ചയിലേക്ക് വരുമ്പോ ഇതൊരു സിവിൽ സൊസൈറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. നമ്മൾ ഒരു വിഷയത്തിന്റെ മുകളിലാണ് എല്ലാവരും ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നു, കാണാത്ത ആൾക്കാരുണ്ടാവും, പരസ്പരം സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു. എവിടെ പോയി എന്തെന്നാക്കുന്നത്. ഇപ്പൊ നമുക്ക് പണ്ട് നോക്കുമ്പോൾ നമ്മൾ മീൻ മാർക്കറ്റിലേക്ക് ഇന്നിപ്പോ നമ്മൾ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് ഒരു മീനെടുത്ത് വെട്ടി മറ്റേരിട്ട് ഭയങ്കര ആൾക്കാരെ പോലെ നടന്നിട്ട് പോകും. പക്ഷെ പണ്ട് നമ്മള് മീൻ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഞാനൊക്കെ മീൻ മേടിക്കാൻ പോകുമ്പോൾ എന്തെന്ന് പോലെ നിന്റെ അമ്മ എന്താക്കുന്നത്, നിന്റെ അമ്മയുടെ വാദം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിന്റെ അമ്മമ്മയുടെ ഇത് വാദം എങ്ങനെയുണ്ട്, സുഖമുണ്ടാ, നിനക്കെന്ത് മൂക്കുന്നടിക്കുന്നത്, നിനക്കെന്താ ജലദോഷമാണ്, അപ്പൊ നീ ഇന്നത് കഴിക്ക് എന്ന് പറഞ്ഞിട്ട് അവസാനം നമുക്ക് ഒരു മത്തിയും കൂടി ഇട്ട് തരും, അല്ലെങ്കിൽ ഒരു അരിയും കൂടി ഇട്ട് തരും. അപ്പൊ നമുക്ക് ഒരു വലിയ കമ്മ്യൂണിക്കേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു മീൻ വിൽക്കൽ മാത്രമല്ല, ഇതിപ്പോ ഒരു പുസ്തകം മീൻ വിൽക്കുന്ന പോലെ ഒരു പുസ്തകത്തിന്റെ ചർച്ച മാത്രമല്ല. നിങ്ങളിപ്പോ ഇത് കഴിയുമ്പോൾ ചായ കുടിക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു, ബന്ധപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനും അതിന് ഉത്തരം കണ്ടെത്താനും കുറെ ആളുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊരു സിവിൽ സൊസൈറ്റിയാണ്. അപ്പൊ ഇത്തരത്തിലെ ഭാഷ കൊണ്ട് എന്തുണ്ടാവുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് സിവിൽ സൊസൈറ്റികൾ ഉണ്ടാവുന്നു. അപ്പൊ ഭാഷ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഈ സിവിൽ സൊസൈറ്റി ഇല്ലാതാവും. സിവിൽ സൊസൈറ്റി ഇല്ലാതാവുമ്പോൾ നിങ്ങൾ ഓരോ ആൾക്കാരും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ ഓരോ ആൾക്കാരെയും കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുന്ന പോലെ ഇവർക്ക് ഭരണകൂടത്തിന് പിടിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. നിങ്ങളുടെ ടോട്ടൽ ആവുന്ന സമയത്ത് സാപ്പിയൻസ് നിന്നതുപോലെ നിങ്ങളെല്ലാവരും ടോട്ടലായിട്ട് ഒരു ആശയത്തിന്റെ മുകളിൽ, ഒരു രാഷ്ട്രീയത്തിന്റെ മുകളിൽ, ഒരു ഭാഷയുടെ കീഴിൽ, ഒരു സംസ്കാരത്തിന്റെ കീഴിൽ അണിനിരക്കുമ്പോൾ നിങ്ങളെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒന്നിച്ച് ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആയുധമായ എന്തിനെ എടുത്തു കളയുന്നു, ഒരു ഭാഷ എടുത്തു കളയുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ സിവിൽ സൊസൈറ്റി എങ്ങനെ ഇല്ലാതാവുന്നു. നമ്മളിപ്പോ ഒരു കടപ്പുറത്തേക്ക് പോവാം. ഫോർ എക്സാമ്പിൾ കടപ്പുറത്ത് വിചാരിക്കും. കടപ്പുറത്തേക്ക് പോകുമ്പോ അവിടെ കടപ്പുറത്തിൻ്റെതായ സംസ്കാരം ഉണ്ടാവും. അവിടെ നമ്മളെ എന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതൊന്നുമില്ല. ഭാര്യ ഭർത്താവിനെ തെറി വിളിക്കും, ഭർത്താവ് ഭാര്യനെ തെറി വിളിക്കും. ചിലപ്പോ മട്ടക്കണ എടുത്തിട്ട് ഭർത്താവിന്റെ തലക്ക് ഭാര്യ ഒന്ന് കൊടുക്കും, ഭർത്താവ് അവിടെ കിടന്നു കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. അവരുടേതായ പാട്ട്, അവരുടേതായിട്ടുള്ള ചിലപ്പോ നമ്മളിവിടെ ഈ കാട്ടിലേക്ക് പോയിട്ട് എന്താണ് വേറെ മരുന്നിനൊക്കെ പോകുമ്പോ, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്നിന് പോകുമ്പോ
അവരെന്തായാലും ഏട്ടയുടെ തല ചുട്ടതോറ്റോ എന്തെങ്കിലും വേറെന്തോ സാധനങ്ങൾ കൂട്ടിയിട്ട് തിന്നു കഴിഞ്ഞാല് ആ സാധനം പോവും. അങ്ങനത്തെ ഒരു മരുന്ന് അവർക്ക് ഉണ്ടാവും, അല്ലെ കടലിൽ നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു സാധനം അവർക്ക് ഉണ്ടാവും. കടലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ നേരിട്ട് ആക്രമിക്കൂല, ഭരണകൂടം ഒരിക്കലും നേരിട്ട് ആക്രമിക്കൂല. ഇവരെന്താക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് അദാനിയോ അംബാനിയോനെ വിളിച്ചിട്ട് നേരെ ഇപ്പുറത്തെ കൂടിയിട്ട് എന്ത് കൊണ്ടുപോകും, വലിയ ഒരു മീൻപിടുത്ത ഷിപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇവന്മാര് അടിക്കടലിലെ എല്ലാ മീനിനെയും വാരിയിട്ട് പോകും. ആർക്കും ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും തൊടുന്നുണ്ടോ? ഇല്ല, ഒന്നിനും ആരും തൊടുന്നില്ല. ഇത് മൊത്തം വാരിക്കൊണ്ടുപോകും. പിന്നെയാണ് ഈ പാവം പൊടിച്ച മീൻ പിടുത്തക്കാരെ എങ്ങോട്ട് പോകുന്നത്? ഇതിന്റെ പിടിക്കാൻ വേണ്ടി ഒറ്റ മീനിനെ കിട്ടുമോ? ഇല്ല. സംഭവം നഷ്ടമാകുമ്പോ ബോട്ട് വിൽക്കും. ബോട്ട് വിൽക്കുമ്പോ അടുത്ത തലമുറയെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല മോനെ, എവിടെയെങ്കിലും പോ എന്ന് പറയുമ്പോ ദുബായിലേക്കും. അപ്പൊ ചോദിക്കും ഞങ്ങൾക്ക് മറ്റേ കടപ്പുറക്കാർക്കൊന്നും ദുബായും മറ്റേ ഇതൊന്നും പറ്റൂലേ, ഏത് മറ്റേ യൂറോപ്പൊന്നും ഞങ്ങൾക്കൊന്നും പറ്റൂലേ, കാനഡയും അമേരിക്കയും പറ്റും, പോയിക്കോ, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ നിർബന്ധിക്കപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു ആദിവാസി നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഏതെങ്കിലും ഒരു ആദിവാസി അവർക്ക് ജീവിക്കാൻ അവർക്ക് നല്ല സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കാട് വിട്ട് പോകുന്നു തോന്നിയിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം പോലെ ഒരു ആദിവാസിനെ പോയി സംസാരിച്ചതാണ്. അവര് വിട്ടുപോകില്ല. അവരെ ഇതാക്കേണ്ടത് നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ആ രീതിയിലല്ല. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ സംസ്കാരത്തിൽ തന്നെ ജീവിച്ച് അവിടുന്ന് വളരാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ അവരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് നേരെ കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും CBSE സ്കൂളിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഇവിടുന്ന് നേരെ പിടിച്ചു കൊണ്ടുപോയിട്ട് റഷ്യയിൽ എവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? റഷ്യയിൽ എന്തുകൊണ്ടാണ് റഷ്യയിൽ പാസ്നാർക്കിനെ പോലുള്ള ഒരാള് എപ്പോ വേണമെങ്കിലും കൊല്ലപ്പെടാന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ പോലും എന്ത് ചെയ്തിട്ട് സ്റ്റാലിന്റെ ഭരണകൂട കാലത്തിൽ എപ്പോ പോലും കൊല്ലപ്പെടാന്ന് പറഞ്ഞിട്ട് പോലും അയാൾ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് പോയില്ല. കാരണം അവർക്ക് ആ ഭാഷ മാത്രമേ അറിയൂ, ആ സംസ്കാരം മാത്രമേ അറിയൂ. ആ സമൂഹത്തിന് മറ്റുള്ള സംസ്കാരമായിട്ട് ചേരാൻ വേണ്ടി പറ്റില്ല. അവരവിടെ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അവരെ അങ്ങോട്ട് പോകാത്തത്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വീട്ടുമുറ്റ ചർച്ചയെ നമ്മൾ എടുക്കേണ്ടത്. ഇതൊരു സിവിൽ സൊസൈറ്റിയുടെ നിർമ്മാണമാണ്. ഇതൊരു ചെറിയ പരിപാടിയല്ല, ഇതൊരു വലിയ പരിപാടിയാണ് എന്നുള്ളതാണ്. നമ്മുടെ ഓർമ്മയിലേക്ക് തിരിച്ചെടുക്കുക എന്നുള്ളത് സാഹിത്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, നമ്മളെ ഓർമ്മയിലേക്ക് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സെൻ ബുദ്ധിസം ഒരു കഥയുണ്ട്. കാരണം ഒരു സ്ഥലത്ത് വലിയൊരു മരം, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നൊക്കെയാവോ. അപ്പോ ഒരു വലിയ സെൻ ബുദ്ധിസത്തിലൊരു സാധനമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് സാഹിത്യം ഓർമ്മയിലേക്ക് ഒരു സെൻ ബുദ്ധിസത്തിലൊരു കഥ, ഒരു വലിയ മരമുണ്ട്, ഏറ്റവും കാതലുള്ള മരമാണ്. ഈ മരം കൊണ്ട് ഒരു വീണ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനോഹരമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും നല്ല സംഗീതം പൊഴിക്കുന്ന ഒരു വീണയായിട്ട് മാറും എന്നറിയാം. അങ്ങനെ ഈ മരം കൊണ്ടുപോയിട്ട് എന്താക്കും ചില രാജാവിന് അവിടെയുള്ള ആള് എന്താക്കുകയാണ്, ഒരു മനോഹരമായ വീണ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഏറ്റവും നല്ല കാതൽ ഉള്ള മരത്തിന്റെ ഒരു വീണ ഉണ്ടാക്കി കൊടുക്കുകയാണ്. രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി അത് വെച്ചു. വീണ വായിക്കാൻ തുടങ്ങുമ്പോൾ അതിന് മര്യാദയ്ക്ക് ശബ്ദമൊന്നും വരുന്നില്ല. ആദ്യം വിചാരിച്ചു അതിന്റെ കമ്പിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമല്ല. ഇതെല്ലാം നോക്കി വലിയ വലിയ വീണ വിദ്വാൻമാര് വന്നു, എന്താക്കി അതിനെ പാടാൻ വേണ്ടി നോക്കി, ഒരിക്കലും അത് പാടുന്നില്ല. അവസാനം മൂലക്കായി ആ വീണേനെ എടുത്തിട്ട് മൂലക്കിട്ടിട്ട് ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയൊരു സംഗീതജ്ഞൻ, സൂഫി പോലുള്ള ഒരു സംഗീതജ്ഞൻ അതിനെ കൂടി കയറി വരികയും അയാൾ എവിടെയോ കറങ്ങി തിരിഞ്ഞു വന്നത് ഇവിടെ എത്തുമ്പോ ഇയാളോട് രാജാവ് പറഞ്ഞു, നിങ്ങളൊരു പാട്ട് പാടൂ എന്ന് പറയുമ്പോ അയാൾ ഈ വീണ എടുക്കാൻ വേണ്ടി പോയി, മൂലക്കിട്ട വീണ എടുക്കാൻ വേണ്ടി പോയി. അതെടുക്കല്ലേ, അതിലൊന്നും ശബ്ദമൊന്നും വരില്ല, അതിവിടെ വലിയ 1000 വർഷം പഴക്കമുള്ള വലിയൊരു മരത്തിന്റെ അകത്തുനിന്ന് എടുത്തിട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടതാണ്. ഒരു കാര്യമില്ല, അത് അതിനൊന്നും ആരും വായിച്ചു നടക്കില്ല. ഇവിടുത്തെ വലിയ സംഗീതജ്ഞന്മാരെല്ലാം വായിച്ചു കഴിഞ്ഞു, ഒരു നടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളോട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വീണയെ കയ്യിലെടുത്തിട്ട് അതിനെ കണ്ണടച്ചിട്ട് ധ്യാന നിർഭരമായ മനസ്സോട് കൂടിയിട്ട് അതിനെ അടി മുതൽ മുടി വരെ ഒന്ന് തഴുകിയെടുക്കുമ്പോ ഇതൊരു മരമായിരുന്നു, അല്ലേ? ഇതൊരു മരമായിരുന്നു. അപ്പൊ ആ മരത്തിനെയാണ് നമ്മൾ വീണയാക്കി വെച്ചിരിക്കുന്നത്. ഈ വീണ ആ മരത്തിന്റെ ഓർമ്മകളിലേക്ക് പോയി. ഇതുവരെ അതിനെ അത്രയും ആരും സ്നേഹിച്ചില്ല, അതിന് വെറും മീട്ടാൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനെ ഒന്ന് തഴുകി നോക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് എന്തായിട്ട് മാറി, ആ പഴയ മരത്തിന്റെ ഓർമ്മകളിലേക്ക് പോവുകയും അതിന്റെ മുകളിൽ താമസിച്ച ഒരുപാട് കിളികളെ കുറിച്ച് അത് ഓർമ്മിക്കുകയും കൊണ്ട മഴയെ കുറിച്ച് ഓർമ്മിക്കുകയും
കൊണ്ട വെയിലിനെ കുറിച്ച് ഓർപ്പിക്കുകയും അതിന്റെ താഴെയുള്ള നിഴലിനെ കുറിച്ച് ഓർപ്പിക്കുകയും അതിൽ അധിവസിച്ച 100,000 ജീവികളെ കുറിച്ച് അത് ഓർമ്മിക്കുകയും അതിനെപ്പോഴും പാടി പുകഴ്ത്തിക്കൊണ്ടിരുന്ന കീരാങ്കീരികളെ കുറിച്ചിട്ട് അത് ഓർമ്മിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് ഈ വീട് എന്തായിട്ട് മാറുന്നു? പഴയ മരമായിട്ട് മാറുകയും അതിന്റെ ആത്മാവ് മരമായിട്ട് മാറുകയും അത് പെട്ടെന്ന് സംഗീതം പൊഴിക്കാൻ വേണ്ടി തുടങ്ങുകയും അത് വലിയൊരു എന്താണ് സംഗീതത്തിന്റെ ഒരു വല്ലാത്ത ഒരു അനുഭൂതിയായിട്ട് ആ പറയുന്ന ആ ഒരു രാജ കൊട്ടാരത്തിൽ നിന്ന് അറിയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹത്തെ എന്താക്കുക, അതിന്റെ ഓർമ്മകളിലേക്ക് വീണ്ടെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സാഹിത്യത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ചർച്ചകളുടെ ധർമ്മം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഈ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഞാൻ എഴുതിയിട്ട് എന്ത് കാര്യം, നിങ്ങൾ വായിക്കാനില്ലെങ്കിലും ഞാൻ എഴുതിയിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. നല്ല വായനക്കാരുണ്ടാക്കാൻ വായനയും വലിയൊരു സർഗാത്മകമായ പ്രവർത്തനമാണ്. റോബർട്ടോ ബാൽനോ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചിലിയൻ റൈറ്റർ പറയുന്നത്, ഈ വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തില് എന്താണ്, ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയാണ്, ഒരു നല്ല പാട്ട് കേൾക്കുന്ന പോലെയാണ്, നൃത്തം ചെയ്യുന്ന പോലെയാണ് വായന എന്ന് പറയുന്നത്. മാത്രമല്ല, വായന എന്ന് പറഞ്ഞൊരു സാധനം എഴുത്തുകാരൻ ഒരു സർഗാത്മകമായ ഒരു ലോകം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ വായനക്കാരൻ അത് വായിക്കുമ്പോൾ സർഗാത്മകതയുടേതായ വേറൊരു ലോകം സൃഷ്ടിക്കുന്നു. ഞാൻ എന്റെ നാട്ടിലെ കാര്യംകോട്ട് പുഴയെ കുറിച്ചിട്ട് എഴുതുന്നു. നിങ്ങൾ കാണുന്നത് എവിടത്തെയാണ്? ആലക്കോട്ടിലെയോ അതുപോലുള്ള ഒരു പുഴയെ കുറിച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളും നിങ്ങളുടേതായ ഭാവനകൾ. അപ്പൊ ആ പുഴയെ കുറിച്ച് ഞാൻ എന്റെ പുഴയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ പുഴയിൽ ചെലവഴിച്ച കുട്ടിക്കാലത്തെ കുറിച്ചും അവിടുന്ന് കോരി കുടിച്ച വെള്ളത്തെ കുറിച്ചിട്ടും അല്ലെ, ആ വെള്ളം തിളപ്പിച്ചുണ്ടാക്കിയ ചായയെ കുറിച്ചിട്ടും ഒക്കെ എന്ത് ഓർമ്മിക്കുന്നു? നിങ്ങൾ ഓർമ്മിക്കുന്നു. അതിലൂടെ കടന്നുപോയി നീന്തി തുടിച്ച, നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങളുടെ കാലിലെന്താണ്, കാലില് പിന്നെ എന്താ കവിത എഴുതിയിട്ട, അതെന്റെ ചുണ്ടുകൊണ്ട് കവിത എഴുതിയിട്ട മീനിനെ കുറിച്ചൊക്കെ അല്ലെ നിങ്ങൾ ഓർമ്മിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വേദികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ഈ റീഡേഴ്സ് ഫോറത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ വീണ്ടും രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. ഇനി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ കഥയെക്കുറിച്ചോ ഇങ്ങനെ കാര്യങ്ങൾ സാഹിത്യത്തെ കുറിച്ചോ ചോദിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം പറയാം. ഉള്ള വിവരം വെച്ചിട്ട് ഉത്തരം പറയാം.